നമസ്കാരം. ഡെമോക്രസിയുടെ സമയമാണ്. ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. സഭയിൽ കിടിലോൾ കിടിലം. പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ ഏറ്റുമുട്ടി. സർ, ആ കോടതിയുടെ വിധിക്കകത്ത് ഇത് വാടക കൊലയാളികളാണ് എന്ന് വിധിക്കകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ പേര് റിസംഷന് വേണ്ടി ചുരുക്കപ്പട്ടികയിൽ ഉണ്ടാക്കിയ 1850-നകത്തുണ്ടോ ഇല്ലയോ? പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഈ ഇളവിന് പരിഗണിക്കണമെങ്കിൽ ഈ 14 വർഷം പൂർത്തിയാവണ്ടേ? ആ 14 വർഷം പൂർത്തിയാക്കപ്പെട്ടില്ലാലോ ഇതുവരെ. മുഖ്യനെ ബാലൻ മന്ത്രി സഹായിക്കുന്നതിനെതിരെയും പരാതി. ബഹുമാനപ്പെട്ട മന്ത്രി, പാർലമെന്ററി കാര്യമന്ത്രി അവിടുന്ന് പ്രോംപ്റ്റ് ചെയ്തെന്ന് അങ്ങ് പറയരുത്. ഇതുമായി ബന്ധപ്പെട്ട ആരംഭഘട്ടത്തിൽ തന്നെ 4 ദിവസം കൊണ്ട് അനങ്ങാതിരിക്കുന്നു. പി ഭാസ്കരൻ അവാർഡ് ദാന ചടങ്ങിൽ ഓർമ്മകളിൽ മുഴുകി മധുവും സത്യനന്ദിക്കാടും. ഒരാള് എൻ്റെ ഗുരുവിൻ്റെ സ്ഥാനത്തും മറ്റൊരാളെൻ്റെ അനിയൻ്റെ സ്ഥാനത്തും. വാസ്തവത്തിൽ അനിയനല്ല, ഞാൻ ശിഷ്യൻ തന്നെയാണ്. കാരണം മധുസാറിൽ നിന്ന് ഒരുപാട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രത്യക്ഷത്തിൽ ഇന്നത്തെ പലർക്കും അറിയാത്ത ഒരു ഗുരുശിഷ്യ ബന്ധമാണ് അത്. സത്യൻ പാട്ടെഴുത്തിൽ മുഴുകണമെന്നും മധുവിൻ്റെ ഉപദേശം. സത്യൻ സ്വയം ഈ പാട്ടെഴുത്തുകാരനുള്ള പദവിയിൽ നിന്ന് പുറകോട്ട് പോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോയതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ചിത്രയുടെ ആദ്യത്തെ ഗാനമായ രജനി പറയുന്നുണ്ടായതൊക്കെ ആ പേടിയിൽ നിന്ന്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വ്യത്യസ്ത സമരവുമായി കാസർകോട്ടുകാർ. സമരക്കാരുടെ കരച്ചിൽ കണ്ടിട്ടും കണ്ണു തുറക്കാതെ സർക്കാർ. ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. നിയമസഭയിൽ ഒരു രക്ഷയുമില്ല. പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിലാണ് അംഗം. ആഭ്യന്തരൻ കൂടിയായ മുഖ്യൻ ജയിലിൽ നിന്നും ചില പുള്ളികൾക്ക് പരോൾ നൽകുന്നതും വിട്ടയക്കുന്നതുമായ വിഷയം അവതരിപ്പിച്ചു. അതിൽ കഴിഞ്ഞ UDF സർക്കാർ കാണിച്ച അനാസ്ഥയും ചൂണ്ടിക്കാണിച്ചു. അപ്പോഴേക്കും മുൻ ആഭ്യന്തരനായ തിരുവഞ്ചൂർ കയറി ഇടപെട്ടു. ഈ കളി നമ്മളോട് വേണ്ടെന്നും TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ പുറത്തിറക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണിതെന്നും തിരുവഞ്ചൂർ കണ്ടെത്തിക്കളഞ്ഞു. അതോടെ സഭ പ്രക്ഷുബ്ധമായി. ഭരണഘടനയുടെ 161-ാം അനുച്ഛേദം പ്രകാരമുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ച് പ്രത്യേക അവസരങ്ങളിൽ ശിക്ഷ ഇളവ് നൽകുന്നതിന് സംസ്ഥാനത്തിന് വിവേചനാധികാരമുണ്ട്. താഴെ പറയുന്ന വിഭാഗത്തെ ഇതിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. 1. വാടക കൊലയാളികളും കൊലപാതകം തൊഴിലാക്കിയവരും. 2. ജാതി മത വർഗീയ കാരണങ്ങളാൽ കൊലപാതകം നടത്തിയവരും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കിയവരും രാജ്യസുരക്ഷയ്ക്കെതിരായി കുറ്റം ചെയ്ത് ജീവപര്യന്ത തടവ് ശിക്ഷ അനുഭവിക്കുന്നവരും. 3. കള്ളക്കടത്ത് നടത്തുമ്പോൾ കൊലപാതകം ചെയ്തവരും ജയിൽ ഉദ്യോഗസ്ഥർ, ജയിൽ സന്ദർശകർ, ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ വധിച്ചവരും. 4. സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിച്ചു കൊന്നവർ. മുൻവിധിയോടുകൂടി സ്ത്രീകളെയും കുട്ടികളെയും 65 വയസ്സിന് മേൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരെയും വധിച്ചവരും. 5. നർക്കോട്ടിക് ഡ്രഗ്സും സൈക്കോട്രോപിക് സബ്സ്റ്റൻസും ആക്ട് പ്രകാരം ശിക്ഷിക്കപ്പെട്ടവരും. 6. അയൽ സംസ്ഥാനത്തെ കോടതികളാൽ ശിക്ഷിക്കപ്പെട്ടവരും വിദേശികളും. മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങളനുസരിച്ച് വിവിധ ജയിലുകളിൽ നിന്നും 2262 തടവുകാരുടെ പ്രപ്പോസൽ ജയിൽ വകുപ്പ് സർക്കാരിന് സമർപ്പിച്ചു. ഇത് പരിശോധിക്കുന്നതിന് കമ്മിറ്റിയും ഉണ്ടാക്കി. ഈ സ്ക്രൂട്ടിനിയുടെ അടിസ്ഥാനത്തിൽ അർഹരെന്ന് കണ്ടെത്തിയവരുടെ ലിസ്റ്റാണ് സർക്കാർ പരിഗണിച്ചത്. TP ചന്ദ്രശേഖരൻ കേസിനകത്തെ കോടതിയുടെ വിധിയുണ്ട്. സർ, ആ കോടതിയുടെ വിധിക്കകത്ത് ഇത് വാടക കൊലയാളികളാണ് എന്ന് വിധിക്കകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ പേര് റിസംഷന് വേണ്ടി ചുരുക്കപ്പട്ടികയിൽ ഉണ്ടാക്കിയ 1850-നകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. CRPC 432, 433A പ്രകാരം ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിന് 14 വർഷം യഥാർത്ഥ ശിക്ഷ പൂർത്തിയാക്കുന്നതിന് നിബന്ധനയുണ്ട്. സർ, ആ കാര്യം ഈ കേസിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഈ ഇളവിന് പരിഗണിക്കണമെങ്കിൽ ഈ 14 വർഷം പൂർത്തിയാവണ്ടേ? ആ 14 വർഷം പൂർത്തിയാക്കപ്പെട്ടില്ലാലോ ഇതുവരെ. അപ്പോൾ ഈ കാലയളവ് ഈ കാലയളവ് പൂർത്തിയാക്കുന്നില്ല എന്നാണ് വസ്തുത. ബാക്കി കാര്യങ്ങൾ ഞാൻ ഈ ലിസ്റ്റ് ആകെ ഇപ്പോൾ ഓർക്കുന്നില്ല എന്താണെന്നുള്ളത്.
എന്നാൽ പൊതുന്യായം എന്ന നിലയ്ക്ക് ഞാൻ പറയുന്ന കാര്യം മാത്രമാണ്. അവിടെ പിടിവിട്ടപ്പോൾ തിരുവഞ്ചൂർ വേറെ ഒരു വിഷയം എടുത്തിട്ടു. DGP സ്ഥാനത്ത് നിന്നും എടുത്തെറിയപ്പെട്ട TP സെൻകുമാർ വിഷയം. അദ്ദേഹത്തോട് പിണറായി സർക്കാർ പക പോക്കുകയായിരുന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ കണ്ടെത്തൽ. DGP സെൻകുമാറിന്റെ സുരക്ഷാ ഭീഷണി വന്നിരിക്കുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിന് പോലീസ് കാവൽ കൊടുക്കുന്നു എന്നാണ്. സർ, DGPക്ക് പോലും രക്ഷയില്ലേ? അദ്ദേഹത്തിന് പോലും രക്ഷയില്ലേ? അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ പോകുന്നത്ര അദ്ദേഹത്തിന് സംരക്ഷണമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. സെൻകുമാർ പഴയ പിടിയിലില്ല കേട്ടോ, വിട്ടുപോയി. ഇപ്പൊ ഇങ്ങോട്ടായി പിടുത്തം. അത് ഓർമ്മ വേണോ? പഴയ നില തന്നെ സെൻകുമാർ സ്വീകരിക്കുകയാണ് എന്ന ധാരണയിൽ നിൽക്കരുത്. ആ നില മാറി പുതിയ താവളം സെൻകുമാർ നോക്കുകയാണ്. അത് മറക്കണ്ട. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ഈ സംസ്ഥാനത്തിലെ DGP സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എന്ന നിലവെച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതിൻ്റെ ഭാഗമായി തെറ്റായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ സംസാരിക്കുകയാണ്. DGP സെൻകുമാറിന് നേരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം അനുചിതമാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പം BJPക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ജോലി മുഖ്യമന്ത്രി ഏറ്റെടുക്കാൻ പാടില്ല. നിങ്ങളുടെ കൂടെ ഇല്ല, അദ്ദേഹം മറ്റേ സ്ഥലത്താണെന്ന് പറയുകയാണ്. അതുകൊണ്ട് BJPയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ജോലി ഏതായാലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് യോജിച്ചതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനെതിരായി അദ്ദേഹം ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കാനുള്ള ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോഴേക്കും വന്നു അടുത്ത വിഷയം, ജിഷ്ണു പ്രണോയ് വിഷയം. മുഖ്യമന്ത്രി ആ വീട് സന്ദർശിക്കാത്തതിൽ തുടങ്ങി അങ്ങോട്ട് എണ്ണി തുടങ്ങി തിരുവഞ്ചൂർ. എന്നാൽ മുഖ്യന് മറുപടി പറയാൻ തൊട്ടടുത്തിരിക്കുന്ന പാർലമെന്ററി കാര്യ മന്ത്രി AK ബാലൻ സഹായം ചെയ്യുന്നുവെന്നാണ് പ്രതിപക്ഷം കണ്ടെത്തി കളഞ്ഞത്. അതോടെ ബാലനോട് മിണ്ടാതിരിക്കാൻ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു. അത് സഭയിൽ ചിരി പടർത്തി. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ജിഷ്ണു പ്രണോയിയുടെ കാര്യമാണ്. സർ, ജിഷ്ണു പ്രണോയിയുടെ കാര്യത്തിൽ ഈ സർക്കാർ എത്ര വേഗതയിലാണ് കാര്യങ്ങൾ നടത്തിയതെന്ന് ആലോചിക്കണം. സർ, അവർക്ക് സ്വാഭാവികമായുള്ള മനോവേദനയുണ്ട്. ആ വേദന അത്ര പെട്ടെന്ന് മാറുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് അവർ പല വേദനയുടെ ഭാഗമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനനുസരിച്ചുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടു, ഇവിടെ ഞങ്ങൾക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണം. സർ, സാധാരണ നിലക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് വിചാരണ തുടങ്ങുമ്പോഴൊക്കെയാണ് കൊടുക്കാറ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ അന്വേഷണം ഇത് ആവശ്യപ്പെട്ട ഉടനെ 4 ദിവസം കഴിയുമ്പോഴേക്കാണ് ഞങ്ങളുടെ മുമ്പിൽ കടലാസ് വരുന്നത്. അത് ആ ഘട്ടത്തിൽ തന്നെ അനുവദിച്ചു കൊടുത്തു. സർ, ഇതൊക്കെ ചെറിയ കാര്യമാണോ? അപ്പോൾ എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയത്? ഇത് അങ്ങ് ബാലൻ പറഞ്ഞിരുന്നത് കേട്ടെല്ലാം പറയരുത്. ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. ഇത് ബഹുമാനപ്പെട്ട മന്ത്രി, പാർലമെന്ററി കാര്യ മന്ത്രി അവിടുന്ന് പ്രോംപ്റ്റ് ചെയ്തതെന്ന് അങ്ങ് പറയരുത്. അങ്ങ് ഇത് വെറുതെ പറയരുത്, അങ്ങ് ഇത് പരിശോധിക്കാതെ പറയരുത്. കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ മിസ്റ്റർ ഉദയഭാനുവിനെ എത്ര കേസ്, സുനിൽകുമാർ ഇവിടെ ഉണ്ട്, അദ്ദേഹം പറഞ്ഞതിന് പേര് പബ്ലിക് പ്രോസിക്യൂട്ടറായി എത്ര ദിവസം മുമ്പ് ഞങ്ങൾ വെച്ചിട്ടുള്ളതാണ്. ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കുന്നത് പുതിയ കാര്യമല്ല. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സാധാരണ എത്രയോ കേസുകളിൽ വെക്കാറുണ്ട്. മുൻപും വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കാലത്തും വെച്ചിട്ടുണ്ട്, അവരുടെ കാലത്തും വെച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്താ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഈ കേസിന്റെ ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ, ഇതുമായി ബന്ധപ്പെട്ട ആരംഭഘട്ടത്തിൽ തന്നെ 4 ദിവസം കൊണ്ട് അനങ്ങാതിരിക്കുന്നു. സർ, ഇതിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഈ കാര്യം ചെയ്തതിനെ കുറിച്ചാണ് ഞാൻ പരാമർശിച്ചത്. സഭാവിശേഷങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും, അതിനായി കാത്തിരിക്കാം. അതിനിടയിൽ സത്യൻ അന്തിക്കാടിൻ്റെയും നടൻ മധുവിൻ്റെയും ചില ഓർമ്മകൾ പങ്കുവയ്ക്കലുണ്ട്. ഇടവേള കഴിഞ്ഞോട്ടെ.